ഹലോ നമസ്കാരം. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പ്രൊജക്ടുകളിലൊന്നായ ശോഭ ഡെവലപ്പേഴ്സിന്റെ മെട്രോപോളിസ് എന്ന പ്രൊജക്ടിലാണ്. പ്രൊജക്ട് ഇപ്പോൾ നിലവിലുള്ളത് ഓൺഗോയിങ് സ്റ്റേജിലാണ്. ഈ പ്രൊജക്ടിന്റെ ഒരു മിനിയേച്ചർ ഇവിടെയുണ്ട്. ഇത് പരിചയപ്പെടുത്തുന്നത് ശോഭ ഡെവലപ്പേഴ്സിലെ തന്നെ സീനിയർ എക്സിക്യൂട്ടീവ് കിരൺ ആണ്. വെൽക്കം കിരൺ. ഹായ് പൂജ. നമുക്ക് ഈ പ്രൊജക്ടിന്റെ മുൻവശത്ത് തന്നെ തുടങ്ങാം. ഇത് ഏതാണ് ഈ റോഡ്? സോ ഇത് കുട്ടനല്ലൂർ ഒല്ലൂർ റോഡാണ്. ഓക്കെ. സോ ഇതാണ് കുട്ടനല്ലൂർ സൈഡ് വരുന്നത്. നേരെ സ്ട്രേറ്റ് പോയി നമ്മൾ ഒല്ലൂർ ജംഗ്ഷനിൽ കണക്ട് ആവും. ഓക്കെ. നമ്മൾ കറന്റ് ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതൊരു ടെമ്പററി മാർക്കറ്റിംഗ് ഓഫീസാണ്. ഇതെല്ലാം നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളയും. ഇവിടെ ഒരു 50 സെന്റിന്റെ ഓപ്പൺ ഗാലറി, ഒരു ഓപ്പൺ ലോണാ വരുന്നത്. ലൈക്ക് റെസിഡൻസിനെല്ലാം വല്ല ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗാലറി. അതെ, ഓപ്പൺ സ്പേസ് വരുന്നത് 50 സെന്റിന്റെ. സോ ഇതാണ് എൻട്രി ആൻഡ് ദിസ് ഇസ് ദ എക്സിറ്റ്. ഓക്കെ. ആൻഡ് സോ ഇത് ടോട്ടൽ 8.4 ഏക്കേഴ്സിൽ വരുന്ന ഗ്രീക്ക് തീംഡ് ആയ പ്രൊജക്ട് ആണ്. റോമൻ ആൻഡ് ഗ്രീക്ക് തീം. ടോട്ടൽ 6 ടവർ ആണുള്ളത്. ടവർ 1, 2, 3, 4, 5 and 6. Okay. And ഓരോ ഫ്ലോറിലും 4 യൂണിറ്റ്സേ ഉള്ളൂ വിത്തൗട്ട് വാൾ ഷെയറിംഗ്. വാൾ ഷെയറിംഗ് ഇല്ലാത്ത ഓരോ യൂണിറ്റ്സ് ആണ്. ഓരോ കോർണറിലാണ് 4 യൂണിറ്റ്സ് വരുന്നത്. നമുക്കിപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് 3 and 4 BHKs ഉള്ളത്. ആൻഡ് വെരി മിനിമൽ യൂണിറ്റ്സ് ഓഫ് 2 BHKs. 2 BHK ഉണ്ട്, പക്ഷെ വെരി മിനിമൽ ആണ്. അണ്ടർ 5 യൂണിറ്റ്സ് ഇപ്പോൾ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം 3 and 4 BHKs ആണ്. ഇനി ആദ്യം കാണുന്ന 3 ടവർ ഫേസ് 1 ആണ്. അതിന്റെ സെയിൽ പെർസ്പെക്റ്റീവിലെല്ലാം കഴിഞ്ഞതാണ്. എല്ലാം കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയി. അതെ, നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. ബൈ നെക്സ്റ്റ് ഇയർ ഡിസംബർ ഹാൻഡ് ഓവർ വരുന്നുണ്ട്. ആൻഡ് ബാക്കി 3 അടുത്ത ഫേസ് വരുന്നത്. ഈ 3 ടവർ നമ്മൾ 28 നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. 28 ഡിസംബറോടെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഈ കാണുന്ന ഈ 2 ടവറും ആൻഡ് ടിൽ ദിസ് കംപ്ലീറ്റ്ലി 4 BHKs ആണ്. ആദ്യത്തെ 2 ടവറും and this 2 till here it's 4 BHK. Backward complete 3 BHK. Okay. നമുക്ക് അമ്യൂണിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഞാനൊരു 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തതിനെ. ഒന്ന് നമ്മുടെ ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ഇവിടെ 33,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ക്ലബ് ഹൗസ് വരുന്നുണ്ട്. ഒരു പൂൾ, മിനി തിയേറ്റർ, കോ വർക്കിംഗ് സ്പേസ്, അതേപോലെ തന്നെ ഇൻഡോർ ഗെയിംസ് എല്ലാം ബാഡ്മിന്റൺ ഒക്കെ ചെയ്യുന്നത് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമുക്കൊരു കൊമേഴ്ഷ്യൽ സ്പേസും വരുന്നുണ്ട്, ഒരു 20,000 സ്ക്വയർ ഫീറ്റിന്റെ. ശോഭ സിറ്റി മോളിൽ പോയിട്ടുണ്ടോ? തൃശ്ശൂരിലെ അതിന്റെ ഒരു മിനി വേർഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റും. അത് പബ്ലിക്കിന് ആക്സസ് ഉണ്ടായിരിക്കും, ബട്ട് സെപ്പറേറ്റ് എൻട്രി ആയിരിക്കും. ഈ കാണുന്ന ഒരു എൻട്രി ഇല്ലേ, അത് പബ്ലിക്കിനുള്ള കൊമേഴ്ഷ്യൽ റീറ്റെയിൽ സ്പേസിലോട്ടുള്ള എൻട്രി ആണ്. ആൻഡ് അവർക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് റെസിഡൻസിന് ഇപ്പുറത്ത് വന്നാൽ കാണാൻ പറ്റും. ഈ സൈഡിൽ സെപ്പറേറ്റ് എൻട്രി ഉണ്ട്. ഇതിലൂടെയാണ് നമുക്ക് റെസിഡൻസിനുള്ള എൻട്രി. പബ്ലിക് എൻട്രിയും റെസിഡൻഷ്യനുള്ളതും രണ്ടാണ്. ആൻഡ് പബ്ലിക്കിന് ക്ലബ് ഹൗസിലോട്ട് ആക്സസ് ഇല്ല, കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണ്. അവർക്ക് ആകെ റീറ്റെയിൽ സ്പേസിലോട്ട് മാത്രമേ ആക്സസ് ഉള്ളൂ. സോ മെയിൻലി കമ്മ്യൂണിറ്റിയിലോട്ട് ഭയങ്കര പ്രൈവസിയും സെക്യൂരിറ്റി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എല്ലാവർക്കും ആക്സസ് ഉണ്ടായിരിക്കില്ല. ഈതർ നമ്മുടെ ശോഭയുടെയോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ആക്സസ് ഇല്ലാതെ അവർക്ക് ഉള്ളോട്ട് കയറാൻ പറ്റില്ല. ഓക്കെ. ആൻഡ് അതർ തിങ് ഇസ് ദാറ്റ് വേറൊരു അട്രാക്റ്റീവ് പോയിന്റ് പറയുകയാണെങ്കിൽ ഈ ഒരു സെന്റർ സ്പേസ് കണ്ടില്ലേ, ഇതിന് പോഡിയം എന്നാ പറയാ. ഒരു 1.5 ഏക്കറിന്റെ പോഡിയം വരുന്നത്. ആൻഡ് ഇതും ഒരു 3 ഫ്ലോർ ഹൈറ്റിലാണ് ചെയ്തിരിക്കണേ. സോ ഇതിന്റെ അപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ 3 ഫ്ലോർ കഴിഞ്ഞിട്ടാണ്. ഇതാണ് മെയിൻ ലോബി വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ദിസ് വിൽ ബി 3 ഫ്ലോർസ് ആയിട്ട്. കാർ പാർക്കിംഗ് എല്ലാം ഇവിടെ വരിക. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കംപ്ലീറ്റ്ലി കാർ പാർക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് മുകളിലോട്ട് തൊട്ടാണ് നമുക്ക് അപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടായിരിക്കും. ആൻഡ് ഇത് മെയിൻ ലോബിയാണ്. ആൻഡ് എല്ലാ ടവറിനും റെസ്പെക്റ്റീവ് അവർക്ക് വേറെ ഇൻഡിവിജ്വൽ ലോബി ഉണ്ടായിരിക്കും. ഓക്കെ. നമ്മൾ തേർഡ് വൺ നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ്. അതൊരു ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ആംഫി തിയേറ്റർ ആണ്, ഗ്രീക്ക് തീംഡ് ആംഫി തിയേറ്റർ. അത് കണ്ടാൽ മനസ്സിലാവും കംപ്ലീറ്റ്ലി എല്ലാം ലൈക്ക് നമ്മളെ ബിൽഡിങ്ങും എല്ലാം ഗ്രീക്ക് റോമൻ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഇവിടെ കിഡ്സിന്റെ പ്ലേ ഏരിയ വരുന്നുണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ഹാഫ് ബാസ്കറ്റ്ബോൾ കോർട്ട് വരുന്നുണ്ട്, ഒരു ക്രിക്കറ്റ് പിച്ച് ആൻഡ് ടെന്നീസ് കോർട്ട് വരുന്നുണ്ട്. ഇതാണ് മെയിൻലി നമുക്ക് 3 ക്ലാസിഫിക്കേഷൻസ് അമ്യൂണിറ്റീസ്. ആൻഡ് പിന്നെ അത് കൂടാതെ നമുക്ക് ഈ പോഡിയത്തിൽ തന്നെ കുറേ അമ്യൂണിറ്റീസ് വേറെ വരുന്നുണ്ട്. ഒരു പ്രൊമനേഡ് വരുന്നുണ്ട്, സെന്റർ ഫോറസ്റ്റ് വരുന്നുണ്ട്, ഒരു റണ്ണിങ് ട്രാക്ക് ഉണ്ട്. മെയിൻലി നമ്മൾ ഇവിടെ വെച്ചാൽ എല്ലാ ഏജ് കാറ്റഗറി ആൾക്കാരെയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഫ്രം കിഡ്സ് ടു സീനിയർ സിറ്റിസൺ. ആൻഡ് ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ 55% ഓപ്പൺ സ്പേസ് ആണ് ഈ കംപ്ലീറ്റ് പ്രൊജക്ടിന്റെ. 8.4 ഏക്കർ വരുന്നുണ്ട്. 8.4 ഏക്കറിന് 55% ഓപ്പൺ സ്പേസ് ആണ് വരുന്നത്. ഏകദേശം UDS ഒരു 1. അറൌണ്ട് ആവറേജ് അത്ര പേരുണ്ടായിരിക്കും. അതെ, ലൈക്ക് ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുക ഇപ്പോൾ നോർമൽ എല്ലാവരും ഒരു ഒറ്റയ്ക്കുള്ള സിംഗിൾ ബിൽഡിംഗിൽ വന്നിട്ട് നേരെ വർക്ക് കഴിഞ്ഞ് വരിക, കാർ പാർക്ക് ചെയ്യുക, റൂമിലോട്ട് പോകുക, അതാണ് അവരുടെ ലോകം. അപ്പോൾ നമുക്കിവിടെ മെയിൻലി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
കുറെ സീനിയർ സിറ്റിസൺസ് ഉണ്ടായിരിക്കും. ഓക്കെ. അവർക്ക് പറയുകയാണെങ്കിൽ വീട്ടിൽ നിൽക്കുക ഇതേ സെയിം അവസ്ഥയായിരിക്കും. അവരെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ അവർക്ക് ഉണ്ടായിരിക്കില്ല സംസാരിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ. അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക അങ്ങനെ ഈവനിങ് ഒരു വാക്കിന് പോവുക, അവരെ സെയിം കാറ്റഗറി അല്ലെങ്കിൽ ഇളയ ആൾക്കാരൊപ്പം മിങ്കിൾ ആവുക, സംസാരിക്കുക, അത് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈവൻ കിഡ്സ് ആണെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ ആക്ടിവിറ്റീസിലും ലൈക്ക് അവരെ ലൈവ് ആക്കാൻ പറ്റിയ എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ജസ്റ്റ് ഒരു പേരിന് ഒരു 100 അമ്യൂണിറ്റീസ് കൊടുക്കുന്ന പകരം നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി ഓഫ് ആൾക്കാർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ വലിയ പ്രൊജക്ടിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ പറ്റും. ഒരു ടവറിൽ എത്ര ഫ്ലോർസ് ആണ് വരുന്നത്? സോ നമുക്ക് ഈ ആദ്യത്തെ 2 ടവറിലും ഗ്രൗണ്ട് പ്ലസ് 21 ഫ്ലോർസ് ആണ് വരുന്നത്. ഈ 2 ടവറിൽ 1 and 6. ഇത് രണ്ടിലും ഗ്രൗണ്ട് പ്ലസ് 23 ഫ്ലോർസ് ആണ് സെക്കൻഡ് ആൻഡ് 5th ടവറിൽ. ആൻഡ് ഇത് രണ്ടിലും നമുക്ക് ഗ്രൗണ്ട് പ്ലസ് 25 ഫ്ലോർസ് ആണ് വരുന്നത്. ഒരു സ്ലോപ്പിൽ ഇങ്ങനെ വരിക 21, 23 and 25. നമുക്ക് അതിൽ തന്നെ ഒരു പ്രത്യേകത വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ കിട്ടും. നമുക്ക് 2 വ്യൂ പറയാ 2 വ്യൂ ഉണ്ട് ഇതിൽ. ഒന്ന് നമ്മളെ ഇൻവേർഡ് വ്യൂ, ഈ പോഡിയം വ്യൂ ഉണ്ടായിരിക്കും. ഒന്ന് പിന്നെ ഔട്ട്സൈഡ് വ്യൂ. ഈ 2 ടവറിലെ ആൾക്കാർക്ക് ഈതർ ഈ ഇൻവേർഡ് അല്ലെങ്കിൽ ഇത് നമ്മുടെ കുട്ടനൂർ ഭാഗമാണ് ഈ ഒരു വ്യൂ അവർക്ക് ഉണ്ടായിരിക്കുക. പിന്നെ ഇത് പറഞ്ഞാൽ ഇതിന്റെ ബാക്കോട്ട് ഒരു വയലാണ്. സോ അവിടെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇനി ഭാവിയിൽ ഒരു ഹൈ റൈസ് വരുന്ന ചാൻസ് വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു ഏരിയ ആണ് അവിടെ, ഒരു ഗ്രീനറി ഏരിയ ആണ് ഈ ബാക്ക്വേർഡ് വ്യൂ നോക്കുകയാണെങ്കിൽ. ആൻഡ് അഗൈൻ ഈ 2 ടവറിൽ വെച്ചാൽ നമ്മൾ ഒല്ലൂർ സൈഡ് ഔട്ട്സൈഡ് വ്യൂ നോക്കുകയാണ് വരിക. ആൻഡ് ഈ 2 ടവറിന്റെ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇൻവേർഡ് വ്യൂ ഉണ്ടായിരിക്കും, ഔട്ട്വേർഡ് വ്യൂ ഉണ്ടായിരിക്കും, 2 വ്യൂ ഉണ്ടായിരിക്കും ഒരു യൂണിറ്റ് എടുക്കുമ്പോൾ തന്നെ. അപ്പൊ മെയിൻലി ഈ 2 വ്യൂസ് വരുന്നത്. ആൻഡ് വേറെ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ 3 ഫ്ലോർ ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ ഈവൻ ദോ ഏറ്റവും ലോവസ്റ്റ് ഫ്ലോർ ആണെങ്കിലും അവർക്ക് ആ 3 ഫ്ലോർസിന്റെ വ്യൂ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. ഓൾറെഡി ആ ഹൈറ്റിൽ ഉണ്ടാക്കുക.